മോശേ, അട്ടക്കുളങ്ങര മോശേ, മോശേ. എന്താ എന്താടോ? ആ വൈശാഖം വരുന്നു. ആരേ വൈശാഖൻ? ആ രജനിയുടെ ഭർത്താവാ. ആളൊരു പ്രശ്നക്കാരനെന്നാ കേട്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇനി എന്താണാവോ നടക്കാൻ പോകുന്നത്? കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? കുട്ടീഷ, കുറച്ച് വെള്ളം കൂടെ. എന്നെ മനസ്സിലായോ? അറിയാം. വെള്ളം. എനിക്ക് രജനിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. വിരോധമില്ലല്ലോ? അത് കൊള്ളാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നില്ല, ഇവിടെ ആർക്കെന്ത് വിരോധം? രജനി ഇവിടെ വിളിക്കണു. എന്തൊരു ആദരവ്, എന്തൊരു ഭവ്യത. ചെറുപ്പക്കാരായാലും ഇങ്ങനെ തന്നെ വേണം. ഈ നാടകത്തിന്റെ മുതലാളിമാരാരാ? ഞങ്ങളാണ്. ഒരു മിനിറ്റ്. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഒരു 25 മണീസ് വേണമായിരുന്നു. തിരിച്ചു തരാം. താങ്ക്സ്. പാവം പയ്യൻ. ആ ഓടനാവട്ട ഓമന വെറുതെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ വരുത്തിക്കളഞ്ഞു. ഉള്ളതാ, അവർക്ക് വല്ല വിവരമുണ്ട്. അതെ, കേട്ട് കാണും. സന്തോഷേ, സതീഷേ, ഇനി വാ മക്കളെ. കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നു. ഒരു പെണ്ണിനെ കണ്ടാൽ ആരും നോക്കിപ്പോവും. പക്ഷെ അതിനല്ല ഞാൻ തല്ലിയത്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ നോക്ക്. എന്നാലേ വീഴൂ. കേട്ടോടാ മക്കളെ? കൊള്ളാം, നല്ല തന്ത. മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം കൊള്ളാം. ഇപ്പൊ മതിയായണം. ഇല്ല, അവള് നോക്കിയതില്ല ചേട്ടാ. ഒന്ന് പോടാം. ഇവളവിടെ എന്ത് ചെയ്യാ?
ചെറിയാച്ചൻ ഇറങ്ങുമ്പോ താര ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ എത്താന്ന് പറഞ്ഞ് പോയതല്ലേ? എന്നാൽ അമ്പലം വഴി പോട്ടെ, വഴിയിൽ നിന്ന് കയറ്റാം. എന്താ അതാ നല്ലത്. ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട. ഇന്ന് 2 കളിയുള്ളതാ. അതെ. ഇന്ന് ഡബിളാ. ആ. എന്താ കാര്യം? ഇന്നത്തെ 2 നാടകം നടക്കത്തില്ല. താഴെ മുങ്ങി. പവനക്കുട്ടമ്പളത്താന്റെ മൂത്ത മോനുമായിട്ടുള്ള ഒളിച്ചോടി. പ്രിയപ്പെട്ട അച്ഛ, എന്റെ മിമിക്രി കേട്ട് ചിരിച്ച് ചിരിച്ച് താര എന്നെ സ്നേഹിച്ചു. ഞാൻ അങ്ങോട്ടും സ്നേഹിച്ചു. ഞങ്ങൾ പോവുകയാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന സ്വന്തം മകൻ സതീഷ്. അമ്മ വലിച്ചെറിയില്ലേ? പൊട്ടുന്ന സാധനങ്ങൾ കാണും. സ്റ്റേറ്റ് കിട്ടിയ നടിയാ അവര്. കൊണ്ടുപോട്. എന്നിട്ട് പറ, നാടകക്കാരെ ഒരുത്തരെ എന്നെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന്. എന്നാ അച്ഛന്റെ തുണിയും കൂടി എടുത്തോ. നാണോ മാനോ ഉള്ളവർക്കല്ലേ തുണി. അത് പോയില്ലേ? ചേട്ടൻ നാടകക്കാരുടെ കൂടെ പോയതിന് അച്ഛന്റെ നാടകം എങ്ങനെയാ പോകുന്നത്? ചേട്ടന്റെ നാടകം പോയി കാണും. പോയിട്ട് 3 ദിവസം കഴിഞ്ഞില്ലേ? ഫോണുണ്ടോ എന്റെ മുമ്പിന്ന്? അവന്റെ പേര് ഇവിടെ ശബ്ദിച്ചു പോരുത്. എത്ര ദിവസം കരുതി ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? സാറ് വീട്ടിലോട്ടില്ലേ? പരിമളനത് പറയാം. കയ്യോ കാലോ വളരുന്നോന്ന് നോക്കി വളർത്തിയ മോനാ വഴിയാധാരമായത്. സുമിത്രയോട് ഞാൻ എന്ത് സമാധാനം പറയും? മക്കളുടെ രണ്ടിന്റെയും സ്വഭാവം ശരിക്കും അറിയാവുന്ന സ്ഥിതിക്ക് താരയെ കൊണ്ടുവന്ന് എതിരെയുള്ള വീട്ടിൽ താമസിപ്പിച്ച് തീരെ ശരിയായില്ല. കണ്ണും കൈയും കാണിച്ച് ആമ്പിളരെ വീഴ്ത്താനേ ബഹു പിടിക്കുക അവള്, അല്ലേ? അവള് കണ്ണ് കാണിച്ചു എന്ന് വെച്ച് സതീശൻ ഇറങ്ങി പോണോ? ഞാൻ പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 15 കഴിഞ്ഞു. ഇതിനിടയിൽ എത്രയോ സുന്ദരികളായ ചെറുപ്പക്കാരികൾ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ സ്വയം നിയന്ത്രിച്ചു നിന്നില്ലേ? നിനക്കതിനുള്ള ത്രാണിയുണ്ട്. പണ്ടേ നാടകക്കാരെ കുറിച്ച് ചീത്തപ്പേരാ. താര കാണിച്ചത് ബുദ്ധിമോശായിപ്പോയി. ഓമന ചേച്ചി എന്താ ഒരു അഭിപ്രായം പറയാതെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നേ? ആ, അഭിപ്രായം പറയാൻ ചേച്ചിയുടെ പല്ല് അവിടെ ആയി പോയില്ലേ? ആ, പല്ലുതാ വന്നല്ലോ. നിന്റെ അമ്മ അടങ്ങിയോടാ? ഇല്ല, അച്ഛൻ അടുത്ത കാലത്തൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അത് മാത്രോ, ആ പെണ്ണിന്റെ തള്ളയെ ഇപ്പോഴും സൂസൻ ആന്റിയുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. ഇനിയെങ്കിലും സത്യം പറഞ്ഞല്ലേ, അവൾ അവനെ കൊണ്ട് എങ്ങോട്ടാ ഒളിച്ചോടിയത്? കടാലിന്റെ കീഴെ പാതാളത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അത് നിങ്ങ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടാ കൊണ്ടുപോയേക്കണേ. ഇവർക്കറിയാം, പറയാത്തതാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. പോലീസിൽ കയറാൻ പോണത് ആരാണെന്ന് നമുക്ക് കാണാലോ. ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങ ഇങ്ങോട്ട് വഴിയാരാൻ വരണോ? അറിയാങ്കി പറവല്ലേ മിച്ചി, നമുക്ക് അവരെ കണ്ടുപിടിച്ച് 4 ആളുടെ മുന്നിൽ വെച്ച് കെട്ടിച്ചു കൊടുക്കാം. ഇത് നല്ല കൂത്ത്. ഇനി എന്തോരം കല്യാണോ നടക്കാണ്ടത് അതങ്ങാ നടത്തി കാണും. നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇവര്. ഈ തള്ള ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു വിടുന്ന നല്ലത്. അത് ശരിയാ. പറഞ്ഞു വിട്ടാലൊക്കെ ഉണ്ടാ മകളെ കുഴപ്പം. പെണ്ണില്ലാണ്ട് തൊറയിലോട്ട് ചെന്നാലെ കൊണ്ട് തടിമെടുക്കുള്ള ആണുങ്ങാ തൊഴയും കൊണ്ട് ഇങ്ങോട്ട് വരും. പിന്നത്തെ ചാകര അറിയാലോ. ഭീഷണിപ്പെടുത്താണോ? എന്നാൽ അവിടെ കട. വാ.